നമസ്കാരം. 15 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഷിക 2 തവണയാണ് ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുമ്പോൾ പോലീസുകാർ ഇത് കേസാക്കണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ എന്നുള്ള നടപടി എടുക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ആഷിഖിന്റെ കുടുംബവുമായി സംസാരിക്കുകയാണ്. എന്താണ് അവരുടെ പ്രതികരണം എന്ന് നോക്കാം. ഉമ്മ, എപ്പോഴാണ് ആഷിഖിനെ കാണാതാവുന്നത്? ഇന്നലത്തെ കാര്യമാണോ? അതെ, ഇന്നലെ എപ്പോഴായിരുന്നു കാണാതാവുന്നത്? മിനിഞ്ഞ 8-ാം തീയതി മോൻ ട്യൂട്ടറിൽ പോയ സമയത്ത് മോനെ 3-4-5 പേര് കൂടി വഴിയിൽ വെച്ച് തടഞ്ഞ് മോനെ പിടിച്ച് വണ്ടി ബലമായി പിടിച്ച് കയറ്റി. ആദ്യം ഫോൺ പിടിച്ചു വെച്ചാൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് നിനക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് വണ്ടി കയറ്റി ഇവർ എവിടെ കുറേ ദൂരം കൊണ്ടുപോയി റബ്ബർ തോട്ടത്തിൻ്റെ ഏതാ ഒരു ഭാഗത്ത് കൊണ്ട് പൂട്ടിയിട്ട്. അപ്പോൾ മോൻ്റെ കൂടെ വേറെ ഒരു പയ്യനും കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പയ്യൻ അവനെ അടിക്കാൻ ഓടിച്ചപ്പോൾ അവൻ ഓടിക്കളഞ്ഞു. ഓടാന്ന് പറഞ്ഞപ്പോൾ അവൻ ഓടി വന്ന് ഇവിടെയുള്ള മറ്റുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞ്. പിന്നെ ഇവനെ കുറേ ദൂരം വണ്ടിയിൽ കൊണ്ടുപോയി. ഇവർ 7 പേരങ്ങാണ്ടേ ഉണ്ടായിരുന്നു. 2 സ്കൂൾ വണ്ടി 2-3 വണ്ടി കൊണ്ടുപോയി പൂട്ടിയിട്ടിട്ട് അവനെ മർദ്ദിച്ച് തലയ്ക്കും അവിടെ ഇവിടെയൊക്കെ അടിക്കുകയും കാമ്പസൊക്കെ വെച്ച് അവിടെ ഇവിടെയൊക്കെ കുത്തിയൊക്കെ ചെയ്യുന്ന മോൻ പറഞ്ഞ്. എവിടെ പോയി എന്ത് സംഭവിച്ചാൽ നടന്നാലും മോൻ എൻ്റെ അടുത്ത് വന്ന് വീട്ടിൽ എല്ലാം സംസാരിക്കും. അപ്പോൾ കാര്യം എന്ന് തിരക്കിയപ്പോൾ പറഞ്ഞ് ഇന്നണക്ക് ഒരു ദേവൻ എന്ന് പറയുന്നൊരു പയ്യനാണ്, അവൻ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുള്ളൊരു പയ്യനാണ് എന്നെ ഇങ്ങനെ ബലമായി പിടിച്ചുകൊണ്ട് പോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ 3-4-5 പേര് കൂടെ അവിടെ ഉണ്ടായിരുന്നു. എന്നെ ബലമായി അവന്മാർ തലയ്ക്കൊക്കെ അടിക്കുകയൊക്കെ ചെയ്ത് എന്നെ മയക്കുമരുന്നൊക്കെ മയക്കിൻ്റെ ഇതൊക്കെ എന്നെ വലിപ്പിച്ച് അങ്ങനെ എനിക്ക് ഒട്ടും വയ്യ, തലവേദന എടുക്കണം എന്ന് മോൻ്റെ അടുത്ത് പറയായിരുന്നു. അപ്പോൾ അത് ഞാൻ വന്നിട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു. അതുവരെ വന്ന് കയറി കിടക്കുകയാണ് ചെയ്തതൊന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ എടുത്തെടുത്ത് ചോദിച്ചപ്പോഴാണ് കാര്യം പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി ഇവിടെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. അപ്പോൾ മോൻ പറഞ്ഞു ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം ചെയ്യാം, ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു പരാതി കൊടുത്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെന്നപ്പോൾ അവിടെ ചെന്ന് ഒരു പോലീസുകാർ എന്ത് വന്നു തൊട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പറഞ്ഞപ്പോൾ പോലീസ് ഞാൻ പറഞ്ഞു ഇന്നണക്കുള്ള സംഭവമാണ് നടന്നത്. കൊച്ചിൻ രാവിലെ കൊണ്ടുപോയി ഇവിടെ നിന്ന് പഠിക്കാൻ പോയ കുട്ടിയാണ്, അതിനെ വഴിയിൽ നിന്ന് പിടിച്ച് കൊണ്ടുപോയി ഒരു വീട്ടിൽ കൊണ്ടുവന്ന് പൂട്ടി കെട്ടിയിട്ട് കഞ്ചാവൊക്കെ വലിപ്പിച്ച് പിന്നെ അവനെ ഇങ്ങനെയൊക്കെ ചെയ്ത് തലയിലൊക്കെ അടിച്ച് അവന് തലയൊക്കെ ഭയങ്കര വേദനയായി. ഇവിടെ വന്ന് ഞങ്ങൾ ഐസിട്ടൊക്കെ എടുത്ത് വെച്ച് കൊടുത്തെന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോഴും അവിടെ അവർ പറഞ്ഞു നിങ്ങൾ എനിക്ക് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നേരെ ഇവിടെ നിന്ന് നിങ്ങൾ ഏതെങ്കിലും അപ്പോൾ ഛർദ്ദിക്കുകയും ചെയ്തു പോയി. ഇതും അവിടെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നേരെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു, ചെറിയൊരു എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോനെയും കൊണ്ട് ചെറിയൊരു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കുറച്ച് നേരമൊക്കെ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നൊരു തുണ്ടോ വല്ല എഴുതി കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ ചെന്നാൽ അതൊരു എടുക്കുമല്ലോ എന്ന് കണക്കാക്കി. അപ്പോൾ അവരതൊന്നും ചെയ്തു തന്നില്ല. അതുകൊണ്ട് ചെയ്തല്ലെങ്കിൽ അവർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കെട്ടിയിട്ട് അപ്പോൾ ആ ഒരു കുട്ടി കണ്ടത് കൊണ്ടാണ് എൻ്റെ മോൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ കൊച്ചിനെ അവിടെ കൊണ്ട് കൊന്നു കളഞ്ഞാൽ പോലും ഞങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഈ പറഞ്ഞപ്പോൾ ഈ സ്റ്റേഷനിലുള്ളവർ ചെയ്യേണ്ടത് എന്നെ അല്ലെങ്കിൽ ആ കുട്ടിയോടെ കൊണ്ട് ഈ കെട്ടിയിട്ട വീട് പോയി നോക്കി, അല്ലെങ്കിൽ ഈ സ്ഥലം എവിടെ നിന്ന് പരീക്ഷിക്കുക, അല്ലെങ്കിൽ അവനെ പോയി പിടിക്കുക, ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 2ാമത്തെ പ്രാവശ്യം ഇന്നലെ ഈ സംഭവം നടക്കൂലായിരുന്നു. അവൻ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്നലെ ഒരു ഫോൺ കോൾ വന്ന് കൊച്ച് കഴിച്ച് തീർന്ന് അവിടെ വെച്ചിട്ട് ഞാൻ ദാ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് വെളിയിറങ്ങിയതേ ഉള്ളൂ. ഒരു ശകലം അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. അപ്പോഴാണ് ഇവന്മാർ വണ്ടിയിൽ വന്ന് ഇവൻ്റെ അടുത്തുള്ള വണ്ടി കൊണ്ടു ഇട്ടിട്ട് വണ്ടിയിൽ പിടിച്ച് കയറ്റി അവിടെ നിന്ന് പിടിച്ച് കയറ്റി കാറിനകത്ത് വലിച്ചടച്ച് വണ്ടിക്കകത്ത് ഇട്ടാണ് ഇവന്മാർ കൊണ്ടുപോയത്. അവിടെ നിന്ന് 1-2 പിള്ളേർ കണ്ട് ഇങ്ങനെ ഇവനെയാണ് കൊണ്ടുപോകണമെന്ന് കണ്ടത് കൊണ്ടാണ് ഇവങ്ങനെ വണ്ടി വന്ന കണ്ട് കൊണ്ടുപോകണമെന്ന് കരുതിയാണ് കൊച്ചുങ്ങൾ ഇവിടെയുള്ള പയ്യന്മാരെല്ലാം കൂടെ തിരക്ക് വേണ്ടിയ മംഗലാപുരത്തോട്ട് ചെന്നത്. മംഗലാപുരത്ത് ചെന്നിട്ട് പിന്നെ എൻ്റെ മോളെ വിളിച്ച് പറഞ്ഞ് എൻ്റെ മോള് വിളിച്ച് ഇതിൻ്റെ ഉള്ള പിള്ളേരടുത്തൊക്കെ പറഞ്ഞു ഇന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അറിയിച്ചത്. എന്നിട്ട് ഞാൻ മോനെ വിളിച്ചു. അപ്പോഴത്തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് മോനെ കാണാത്തതുകൊണ്ട് ഞാൻ വിളിച്ച് ഇത് അറിഞ്ഞുകൊണ്ട് വിളിച്ചപ്പോഴും മോൻ ഫോൺ എടുത്തിട്ട് ഞാൻ അടുത്ത സ്ഥലത്ത് കൊണ്ടുമ്പോൾ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ സംസാരിക്കാൻ സമ്മതിക്കണില്ലായിരുന്നു. അവനെ വണ്ടി പിടിച്ച് കിടത്തി ഭാഗത്ത് എന്തോ ചെയ്തതാണ്. എന്നിട്ട് പിന്നെ അവർ പറയണം ഞങ്ങൾ അപ്പോൾ വാഗർ അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആലങ്കോട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ മോനെ കൊണ്ട് മറിച്ച് ഇവർ പറയിക്കണം. എന്താണെന്ന് ചെയ്യണമെന്നൊന്നും വേറെ ഒന്നും അങ്ങനെ പറയണില്ല. ഇവരിപ്പോൾ കണ്ടത് കൊണ്ടാണ് കൊച്ചി രക്ഷപ്പെട്ടത്. ഇവർ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് കളഞ്ഞ കുട്ടിയുണ്ടോ? അങ്ങനെ പിന്നെയാണ് എൻ്റെ പിറയ്ക്ക് മംഗലാപുരം സ്റ്റേഷനിൽ വന്ന് പോലീസുകാരും കൂടെ വിളിച്ചും കൊണ്ട് എൻ്റെ ഒരു മോൻ അവരെ കൂടെ പോയി അവനെ മോനെ വിളിച്ച് ആ ഫോണിൻ്റെ ഇത് വെച്ചാണ് പോയി അവൻ്റെ പിറക്കേന്ന് പോയാണ് അവരെ പിടിച്ചത്. റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ കൊണ്ടൊരു കാടിനിടയിൽ കൊണ്ട് കയറ്റി. അവിടെ കൂടെ പിന്നെ വണ്ടിയിൽ മംഗലാപുരം പോലീസ് സ്റ്റേഷൻ സിയെ കൂടെ പോയി സിയയുടെ വണ്ടി ജീപ്പല്ല പോയത്. ആ സിയയുടെ വണ്ടി പോയത് കൊണ്ടാണ് ഇവർക്ക് അവനെ തള്ളിയിട്ട് അങ്ങോട്ട് ഓടാൻ പറ്റായിരുന്നു. അതിൽ 2 പേര് ഓടിക്കളഞ്ഞ്
രണ്ടുപേരും അപ്പോൾ തന്നെ പിടിച്ച്. ബാക്കി രണ്ടുപേരെ ഇതുവരെ കണ്ടെത്താൻ രണ്ടുപേരെ പിടിച്ചിന്ന് രാവിലെ രണ്ടുപേരും കൂടെ പിടിച്ച് 4 പേരെയും പിടിച്ചവർ. ആഷിക്ക് ഇപ്പോൾ എവിടെയാണുള്ളത്? ആഷിക്കിന് ഇതുവരെ എത്തിയില്ല. അവർ ഇപ്പം കൊണ്ടുവരും. ഇന്നലെ രാത്രി തൊട്ട് ഇപ്പം കൊണ്ടുവരും, ഇപ്പം കൊണ്ടുവരുന്നു അവരിങ്ങനെ പറയണമല്ലാതെ. രാത്രി ഇന്നലെ 1:30 മണി വരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് കണ്ടിട്ടേ പോകണമെന്നും പറഞ്ഞ് അവിടെ തന്നെ നിന്ന്. എന്നിട്ട് ഇവർ നമ്മളെ കാണിച്ചില്ല. ഇവരിപ്പോൾ കൊണ്ടുവരും, കാണിക്കാം, ഇപ്പം നിങ്ങളെ വീട്ടിൽ കൊണ്ടുവരാം, ജീപ്പിൽ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവരും, നിങ്ങളങ്ങ് പോയാൽ മതി, ഇവിടെ ആരും ഇരിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിള്ളേർ എൻ്റെ സഹോദരൻ എല്ലാവരും ഉണ്ടാണ്. അവരൊക്കെ ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പയ്യനെ കണ്ടേ പറ്റുള്ളൂ, ഞങ്ങൾ കണ്ടിട്ടേ പോകണമെന്നും പറഞ്ഞാണ് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നത്. എന്നിട്ട് പിന്നെ അവർ മറ്റേ പയ്യനെ കിട്ടിയെന്ന് പറഞ്ഞിട്ടും ഇവർ ഞങ്ങൾക്ക് കൊച്ചിനെ കാണിക്കാൻ കൊണ്ടുതരാം, കണ്ടാലും നമുക്കൊരു സമാധാനമാവുള്ളൂ നമ്മളെ കുട്ടി ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന്. ഇന്നലെ അവർ ആറ്റിങ്ങയെന്ന് അവർ പറഞ്ഞ് മംഗലടുത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇതൊന്നും നടന്നില്ല. രാത്രി എൻ്റെ ഒരു മോൾ അവിടെ ചെന്ന്, ആ മോൾ കുറേ നേരം അവിടെ ചെന്നിരുന്ന് അവസാനം അവർ അപ്പോൾ മോൻ വിളിച്ച് ഈ ആഷിക്ക് വിളിച്ചിട്ട് പറഞ്ഞ് കുഞ്ഞെ എന്നെ എത്തി പെട്ടെന്ന് അവിടെ ശേഷം ആരെങ്കിലും പറഞ്ഞു വിട്ട് വിളിപ്പര് എന്നെ ഇവിടുന്ന് കൊണ്ടു, എനിക്കിവിടെ ഇരിക്കാൻ വയ്യാന്ന്. കൊച്ചിന് പേടിയാവണം, കാരണം ഈ പ്രതികളെ അവിടെയാണ് ഇട്ടേക്കുന്നത്. അപ്പം അവിടെ ഈ കൊച്ചു പിന്നെ എൻ്റെ ഒരു അനിയത്തിൻ്റെ മോനും കൂടെ അവിടെ എൻ്റെ കൂടെ അവിടെ കൂട്ടിയിരുന്നു വെളുക്കുന്നത് വരെ. പിന്നെ എൻ്റെ കുഞ്ഞുമ്മ, എൻ്റെ രണ്ടാമത്തെ മോൾ അവിടെ ചെന്ന് കണ്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഞങ്ങൾ കൊണ്ടുപോയിട്ട് നാളെ കൊണ്ട് ഹാജരാക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള പോലീസ് പറഞ്ഞു ഇന്നിപ്പോൾ കൊണ്ടുപോകാൻ പറ്റൂല, നാളെ മജിസ്ട്രേറ്റ് കോടതി കൊണ്ടുപോയിട്ട് അവനെ കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ടും അവനെ ഇതുവരെ അവർ ഇവിടെ ഇതുവരെ എത്തിയില്ല. ആളിതുവരെ ഇവിടെ എത്തിയിട്ടില്ല. പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ് ഇത്. ഈ ഒരു സ്ഥലത്ത് നിന്ന് 2 പ്രാവശ്യം ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തു. അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചയാണെന്ന് തോന്നിയിട്ടുണ്ട്. അവരെ വീഴ്ചയാണല്ലോ. അത് ഞാൻ പറഞ്ഞപ്പോൾ അവരതിന് രണ്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ ഇത് സംഭവിക്കൂലായിരുന്നല്ലേ. അതും പയ്യന്മാരെ അന്ന് കണ്ടത് കൊണ്ടാണ്, ഒരു കൊച്ചെങ്കിലും കൂടെ ഒരു കൂട്ടുകാരൻ ഉള്ളത് കൊണ്ടാണ് അവൻ ഇവിടെ വന്ന് പറഞ്ഞത് എല്ലാവരുടെ. അങ്ങനെയാണ് കൂട്ടുകാർ പോയി അവന് രക്ഷിച്ചത് തന്നെ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും കൊണ്ടുപോയപ്പോഴും ഇതിന് നടപടി വേറെ അന്ന് എടുക്കണമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് അവരെ ചെന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി മോനെ കൂടെ കൊണ്ടുപോയി അതിൻ്റെ എന്തെങ്കിലും കാര്യം അവനെങ്കിലും തിരക്കി പിടിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പറയാൻ പോയത്. ആദ്യത്തെ തവണ പിടിച്ചുകൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ആഷിക്ക് തിരിച്ചു വന്നത്? അവനെ വിട്ടുവിടുന്ന് പയ്യന്മാർ പോയി കൊണ്ടുവന്നു. വണ്ടി പോടാ അവന്. അപ്പോൾ അതിനുശേഷം ഞാൻ പരാതി ചെന്ന് കൊടുത്ത് മോനാശുപത്രി വന്ന് കൊടുത്ത് പരാതിയായിട്ട് കൊടുത്ത് അവിടെ ചെന്ന് എഴുതി കൊടുത്തപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവർ പരാതിയായിട്ട് അവരെടുത്തോളം നിങ്ങൾ പോയിട്ട് നിങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ വന്ന് പരാതി തന്നാൽ മതി എന്ന് അവർ പറഞ്ഞു. പരിചയമുണ്ടോ? അല്ല, അറിഞ്ഞുകൂടാ, അവനെ അറിഞ്ഞുകൂടാ. എന്തിനാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്നത്? അത് പറഞ്ഞിട്ടുണ്ട്. അവൻ തട്ടിക്കൊണ്ടു പോണ എന്തെന്ന് വെച്ചാൽ ഇവര് 2-3 ട്യൂട്ടോറിൽ പഠിക്കുന്ന കുട്ടികൾ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രണ്ട്സായിട്ട് സഹകരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയെ കണ്ട് ആ കുട്ടിയെ പറയുന്നതൊക്കെ ഈ പയ്യൻ പോകുമെന്ന് പറയുന്നുണ്ട്. അത് ആശയ്ക്കും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ ആ കുട്ടിക്ക് അതൊരു ശല്യമായിട്ട് വന്ന് അപ്പോൾ അവരുടെ വീട്ടുകാരടുത്ത് പറഞ്ഞത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വേണ്ട പ്രശ്നമാവും നാളെ. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് വീട്ടിലറിയിച്ച് മറ്റുള്ളവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് നാളെ കുട്ടി വഴി നടക്കാൻ പറ്റുമ്പോൾ നമ്മൾ കാണേണ്ട പത്രത്തിലൊക്കെ മണ്ണെണ്ണ പെട്രോൾ അടിച്ച് കത്തിച്ചിട്ട് പോകുന്നതുകൊണ്ട് ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എന്തായാലും ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, അതുകൊണ്ട് ഇനി വേറെ ഒന്നിനും പോകണില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത് തന്നെ. അപ്പം ഇവൻ ചോദിച്ചത് ഇനി ആ കുട്ടിയോടെ മിണ്ടരുത്, ഇതാണ് പ്രശ്നം. അപ്പോഴവർ സഹകരിച്ച് പഠിക്കുന്നവരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ആകുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റൂലല്ലേ. ഇവൻ അവിടെ പഠിക്കുന്ന കുട്ടിയല്ലല്ലോ.